ഡിസിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ വെരി നൈസ് ആൻഡ് വെരി റിഫ്രഷിംഗ് മൂവി. മുമ്പ് ഇറങ്ങിയിട്ടുള്ള സൂപ്പർമാൻ സിനിമകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണേണ്ടതില്ല. ഇത് ഫ്രഷ് ആയിട്ടുള്ള റീബൂട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ എഫക്ട്സ് കൊണ്ടും 3D കൊണ്ടൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഗാർഡിയൻ ഓഫ് ഗാലക്സിയുടെ സിനിമകളും ഓൾസോ ഡിസിയുടെ തന്നെ സൂയിസൈഡ് സ്ക്വാഡൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ജെയിംസ് ഗണ്ണാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ പാർട്സുകളും സീക്വൻസുകളും ഒക്കെ ടോപ്പ് നോച്ച് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഈ ഒരു സിനിമയുടെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഹുക്ക് ചെയ്യുന്ന എലമെന്റ്സ് തീരെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ടോട്ടലി കണ്ടു കഴിയുമ്പോൾ ആ ഒരു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു ഫീല് കിട്ടിയില്ല. ബട്ട് കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള എല്ലാവിധ സംഭവങ്ങളും കാര്യങ്ങളോട് കൂടിയിട്ട് നല്ലൊരു വാച്ച് തന്നെയാണ് ഈ ഒരു സിനിമ സമ്മാനിക്കുന്നത്. സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർമാൻ അഗേൻസ്റ്റ് ആയിട്ട് വില്ലൻ കുറച്ച് അലിഗേഷൻസ് കൊണ്ടുവരികയാണ്. പ്രൂഫായിട്ട് താൻ ഈ ലോകത്തിലോട്ട് വന്നിരിക്കുന്നത് സേവ് ചെയ്യാനല്ല മറ്റു പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണെന്നുള്ള രീതിയിൽ പറയുകയും തുടർന്ന് പബ്ലിക് മൊത്തമായിട്ട് സൂപ്പർമാൻ അഗേൻസ്റ്റ് ആയിട്ട് തിരികുകയും സോ താൻ ആരാണ് എന്താണെന്നുള്ളത് പബ്ലിക്കിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ഒരു ആവശ്യം സൂപ്പർമാൻ വരുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ സൂപ്പർമാനായിട്ട് ഡേവിഡ് കോറൻസ്വാട്ട് കിഡിലിനായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൻറി കാവിലിന് ശേഷം വരുന്ന സൂപ്പർമാൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്തു എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓൾസോ മിസ്റ്റർ ടെറിഫിക്കിന്റെ റോൾ കിഡിലനായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ തിയേറ്ററിൽ പോയിട്ട് 2.5 മണിക്കൂർ നിറഞ്ഞങ്ങോട്ട് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു തിയേറ്റർ വാച്ച് സമ്മാനിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.